വെൽക്കം ടു സൈലം ടെക്നിക്കൽ. നമ്മുടെ 1 ഇയർ സ്റ്റഡി പ്ലാന്റെ 12th വീക്കിന്റെ എക്സാം എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് എഴുതിയ എല്ലാവരും? കനാലിൽ നിന്നും ഡാമിൽ നിന്നൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ ആയിരുന്നു വിചാരിക്കുന്നു. ആ ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? മാച്ച് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കനാൽ വിത്ത് ദെയർ ടൈപ്സ് ഓഫ് അലൈൻമെന്റ്. അതായത് ടൈപ്പ് ഓഫ് കനാലും അതിന്റെ അലൈൻമെന്റും തന്നിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ടൈപ്പ് ഓഫ് കനാലിൽ റിഡ്ജ് കനാലുണ്ട്, കോണ്ടൂർ കനാലുണ്ട്, സൈഡ് സ്ലോപ്പ് കനാലുണ്ട്. ടൈപ്പ് ഓഫ് അലൈൻമെന്റിൽ അലൈൻഡ് റഫ്ലി അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂർ, അലൈൻഡ് അലോങ് ദ വാട്ടർ ഷെഡ്, അലൈൻഡ് നിയർലി പാരലൽ ടു ദ കോണ്ടൂർ. അപ്പൊ എങ്ങനെ വരും? നമ്മളിത് പറഞ്ഞതാണല്ലേ. റിഡ്ജ് കനാൽ എന്ന് പറഞ്ഞാൽ അലൈൻ ചെയ്യുന്നത് അലൈൻഡ് അലോങ് വാട്ടർ ഷെഡ് ആണ്, അല്ലെങ്കിൽ റിഡ്ജ് ലൈനിൽ കൂടിയാണ് നമ്മൾ അലൈൻ ചെയ്യുന്നത്. കോണ്ടൂർ കനാലോ പാരലൽ ടു കോണ്ടൂർ ആണ് നമ്മൾ അലൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ കോണ്ടൂർ കനാൽ എന്ന് പറയും. അപ്പൊ ഇവിടെ പാരലൽ ടു കോണ്ടൂർ ഏതാണ്? അലൈൻ റഫ്ലി അലൈൻ നിയർലി പാരലൽ ടു ദ കോണ്ടൂർ ആണ്, B3 എന്ന് വരും. ഇനി സൈഡ് സ്ലോപ്പ് കനാലോ? സൈഡ് സ്ലോപ്പ് കനാല് റിവറിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ കോണ്ടൂർ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അപ്പൊ ഏത് വരും? അലൈൻ റഫ്ലി അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂർ. ദാറ്റ് മീൻസ് A2 ആയിട്ട് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? A2 ആയിട്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. B3C1 ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ഏറ്റവും നല്ല അലൈൻമെന്റ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അത് റിഡ്ജ് ലൈനിൽ കൂടെ അലൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കനാലിന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്, ഒന്ന് നോക്കി നോക്കാം. എ കനാൽ വാസ് ഡിസൈൻ ഫോർ എ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് 60 cubic and the average supply discharge in the canal is 40 cubic. The capacity factor of the canal is. ഇപ്പൊ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫുൾ സപ്ലൈ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 60 cubic ആണ്. അതേപോലെ തന്നെ ആവറേജ് സപ്ലൈ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അതെത്രയാണ്? 40 cubic ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കപ്പാസിറ്റി ഫാക്ടറിന്റെ ഫോർമുല. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ratio of mean supply discharge of canal and mean supply dischargeന്റെയും അതേപോലെ ഫുൾ സപ്ലൈ ഡിസ്ചാർജിന്റെയും റേഷ്യോ ആണ് ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് കനാൽ. അപ്പൊ എന്ത് പറയാം? കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ മീൻ സപ്ലൈ ഡിസ്ചാർജിന്റെയും ഫുൾ സപ്ലൈ ഡിസ്ചാർജിന്റെയും റേഷ്യോ ആണ്. ഇവിടെ മീൻ സപ്ലൈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ആവറേജ് സപ്ലൈ ഡിസ്ചാർജ് 40 cubic എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് 60 cubic എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ റേഷ്യോ എടുത്താൽ മതിയല്ലോ. അപ്പൊ എന്ത് വരും? 4/6 എന്ന് വരും. 0.67 എന്ന് ആൻസർ വരും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി വരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ സി. അപ്പോൾ കപ്പാസിറ്റി ഫാക്ടർ മാറിപ്പോവാതെ പഠിക്കുക. റേഷ്യോ ആണ് മീൻ സപ്ലൈ ഡിസ്ചാർജിന്റെയും അതേപോലെ ഫുൾ സപ്ലൈ ഡിസ്ചാർജിന്റെയും റേഷ്യോ ആണ് കപ്പാസിറ്റി ഫാക്ടർ. അടുത്തതും ഒരു പ്രോബ്ലം തന്നെയാണ്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഇൻ എ റെക്ടാങ്കുലർ ചാനൽ 4 meter wide and 2 meter deep with bed slope of 1/900 when it is running full if chassis constant is 50. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു റെക്ടാങ്കുലർ ചാനലാണ് തന്നിട്ടുണ്ട്. ഇതാണ് ഒരു റെക്ടാങ്കുലർ ചാനൽ. ഇതിന്റെ വിഡ്ത്ത് 4 meters ആണ്. അതേപോലെ തന്നെ ഡെപ്ത് തന്നിട്ടുണ്ട്. ചാനലിന്റെ ഡെപ്ത് 2 meters ആണ്. അതേപോലെ നമുക്ക് ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എത്രയാണ്? 1/900 ആണ്. അതേപോലെ ചെസീസ് കോൺസ്റ്റന്റ് സി തന്നിട്ടുണ്ട്, 50 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്ചാർജ് അല്ലേ. ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? Q = AV എന്നുള്ള ഫേമസ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണ്? ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം, ചാനലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമില്ല. പക്ഷേ വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഇല്ലാലോ. അപ്പോൾ വെലോസിറ്റി ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. വെലോസിറ്റി C√RS എന്ന് പറയുന്ന ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ വെലോസിറ്റി എന്ത് വരും? സി എന്ന് പറയുന്നത് ചെസീസ് കോൺസ്റ്റന്റ് ആണ്. ചെസീസ് കോൺസ്റ്റന്റ് 50 ആണ്. അതേപോലെ R എന്ന് പറഞ്ഞാൽ A/P അല്ലേ? ഹൈഡ്രോളിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് R എന്ന് പറയുന്നത്. R കണ്ടുപിടിക്കാൻ വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. ഓക്കെ, ഏരിയ എന്ത് വരും?
ഏരിയ ഓഫ് ചാനൽ എന്ന് പറയുന്നത് ബി തന്നിട്ടുണ്ട്, ഡി അറിയാം. അപ്പോൾ ബി ഇൻറ്റു ഡി വരും. ദാറ്റ് മീൻസ് 2 × 4 8 ആയിരിക്കും ഏരിയ. 8 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? പെരിമീറ്റർ വെറ്റഡ് പെരിമീറ്റർ ആണ്. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, 2d പ്ലസ് ബി എന്ന് പറഞ്ഞൂടെ, അല്ലെങ്കിൽ ബി പ്ലസ് 2d എന്ന് നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെ വരും? 2 × 2 + 4 എന്ന് വരും. ദാറ്റ് മീൻസ് 8 എന്ന് വരും. ഓക്കെ, പെരിമീറ്റർ 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ a/p ചെയ്യുമ്പോൾ 8/8 എന്ന് വരില്ലേ? ദാറ്റ് മീൻസ് r = 1. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? r കിട്ടി, c കിട്ടി. സൈഡ് സ്ലോപ്പ് നമുക്കറിയാലോ, 1 × 900 എന്ന് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആദ്യം നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ വെലോസിറ്റി = c√rs ആണ്. c എന്ന് പറയുന്നത് 50 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ r എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1 ആണ്. സൈഡ് സ്ലോപ്പ് 1 × 900 ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? q ആണ്. ഇവിടുന്ന് നിങ്ങൾ സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. ഇവിടുന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് സ്റ്റെപ്പുകൾ വരും, വെട്ടിപ്പോകുമെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാം. q = AV അല്ലേ? ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 8 മീറ്റർ സ്ക്വയർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8 ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് 50 × √1 × 1/900 എന്ന് വരും. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 13.33 m3/s എന്ന് കിട്ടും. ഓക്കെ, പ്രോബ്ലം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് q = ഏരിയ × വെലോസിറ്റി ആണ്. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാനലിൻ്റെ ഡെപ്തും വിഡ്ത്തും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി വെലോസിറ്റി ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷേ വെലോസിറ്റി ഈ ഇക്വേഷൻ വെച്ചിട്ട് v = c√rs എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ r എന്ന് പറയുന്നത് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിസ്ചാർജ് കിട്ടും. പിന്നെ എക്സാമിന് എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് മാത്രമേ തരുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടുത്തെ എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോർമുലയൊക്കെ പരിചയപ്പെടാൻ ചിലപ്പോൾ ഡെസിമൽസ് ഒക്കെ വരുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മൈൻഡ് കൊടുക്കണ്ട. കാരണം എന്താണ്, നമ്മുടെ PSCക്ക് വെട്ടിപ്പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. In canal formation, the term balancing depth is used to indicate option A, depth of cutting for minimum cross section area for canal section formed fully in cutting. Option B, depth of filling for which area of cutting equal to area of filling for canal section formed partly in cutting and partly in filling. Option C, depth of filling for minimum cross section area for canal section formed fully in filling. And option D, depth of cutting for which area of cutting equal to area of filling for canal section formed partly in cutting and partly in filling. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാലൻസിങ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ടിംഗ് ആണ്. ആ ഡെപ്ത് ഓഫ് കട്ടിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ കട്ട് ചെയ്തിരിക്കുന്ന സോയിൽ അത് ഈക്വൽ ആയിട്ട് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ പാർട്ട്ലി കട്ടിങ്ങും പാർട്ട്ലി ഫില്ലിങ്ങും വരുന്ന കേസിലാണ് നമ്മൾ ഇത് എടുക്കാറ്. ഏരിയ ഓഫ് ഫില്ലിംഗ് ഈക്വൽ ടു ഏരിയ ഓഫ് കട്ടിംഗ് ആയിരിക്കും. ഏരിയ ഓഫ് ഫില്ലിംഗ് ഈക്വൽ ടു ഏരിയ ഓഫ് കട്ടിംഗ് ആയിരിക്കും. ഈ ഏരിയ ഓഫ് ഫില്ലിംഗ് ഈക്വൽ ടു ഏരിയ ഓഫ് കട്ടിംഗ് കിട്ടാൻ പാകത്തിന് നമ്മൾ എടുക്കുന്ന ഡെപ്ത് ഓഫ് കട്ടിങ്ങിനെയാണ് നമ്മൾ ബാലൻസിങ് ഡെപ്ത് എന്ന് പറയുക. ഇങ്ങനെ ഏരിയ ഓഫ് ഫില്ലിംഗ് ഈക്വൽ ടു ഏരിയ ഓഫ് കട്ടിംഗ് ആവുകയാണെങ്കിൽ എക്കണോമിക്കൽ സെക്ഷൻ ആയിട്ട് മാറും. അതാണ് ഇതിന്റെ പ്രത്യേകത. എക്കണോമിക്കൽ സെക്ഷൻ കിട്ടണമെങ്കിൽ ഏരിയ ഓഫ് കട്ടിംഗ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫില്ലിംഗ് ആയിരിക്കണം. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡെപ്ത് ഓഫ് കട്ടിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ബാലൻസിങ് ഡെപ്ത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ ബാലൻസിങ് ഡെപ്ത് നിങ്ങൾ ഇവിടെ മാത്രമല്ല ചിലപ്പോൾ എസ്റ്റിമേഷനിലൊക്കെ കേൾക്കാൻ വഴിയുണ്ട്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്തതും ഒരു പ്രോബ്ലം ആണ്. Calculate the velocity of flow through a channel if the mean diameter of soil particle is 0.5 mm and discharge is 60 cubic. Option A 0.75, option B 0.86, option C 0.93 and option D 0.98. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? മീൻ തന്നിട്ടുണ്ട്, ഡയമീറ്റർ മീൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 0.5 mm ആണ്. അതേപോലെ ഡിസ്ചാർജ് Q തന്നിട്ടുണ്ട്. ഡിസ്ചാർജിന്റെ വാല്യൂ എത്രയാണ്? 60 cubic ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദി ചാനൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് ഫ്ലോയുടെ ഇക്വേഷൻ എന്താണ്? Q is equal to
V is equal to velocity of flow V equal to QF square by 140 whole raised to 1/6 എന്നാണ് ഫോർമുല. ഓക്കെ, ഇവിടെ 1/6 വരുന്ന ഫോർമുലയൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആവാനാണ് കേട്ടോ. കാൽക്കുലേറ്റർ ഇല്ലാണ്ട് സോൾവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എഫ് തന്നിട്ടുണ്ടോ? എഫ് തന്നിട്ടില്ല, പക്ഷെ ക്യൂ നമുക്കറിയാം. എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? മെയിൻ ഡയമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫോർമുല ആദ്യം അപ്ലൈ ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു 1.76 റൂട്ട് ഓഫ് ഡയമീറ്റർ മീൻ ആണ്. 1.76 റൂട്ട് ഡയമീറ്റർ ആണ് നമ്മുടെ എഫിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും? 1.76 ഇൻറ്റു റൂട്ട് ഓഫ് 0.5 എന്ന് വരും. ദാറ്റ് മീൻസ് 1.244 എന്ന് കിട്ടി. എഫ് കിട്ടിയല്ലോ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ക്യൂ നമുക്കറിയാം, എഫ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? V is equal to QF square divided by 140 whole raised to 1/6 ആണ്. ഡിസ്ചാർജ് 60 ക്യൂമെക് എന്നറിയാം. എഫ് നമുക്കിപ്പോൾ 1.244 എന്ന് കിട്ടി. 1.244ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 140 ഹോൾ റേസ് ടു 1/6 എന്ന് വരും. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ 0.933 mm/s എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ 0.93 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് QF square by 140 ഹോൾ റേസ് ടു 1/6 എന്ന് പറയുന്ന ഇക്വേഷനും ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. പിക്കപ്പ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ പാർട്ട് ഓഫ് എ കനാൽ സിസ്റ്റം ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ ഹെഡ് വർക്ക്, ഡിസ്ട്രിബ്യൂട്ടറി, ബ്രാഞ്ച് കനാൽ, മൈനർ. അതായത് നമ്മുടെ കനാലിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ, കനാലിൻ്റെ ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത് കനാൽ സിസ്റ്റത്തിൻ്റെ. അടുത്തത് ഓപ്ഷൻ ബി ഹെഡ് വർക്ക്, മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ. ഓപ്ഷൻ സി ഹെഡ് വർക്ക്, മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, മൈനർ, ഡിസ്ട്രിബ്യൂട്ടറി. ഓപ്ഷൻ ഡി ഹെഡ് വർക്ക്, ബ്രാഞ്ച് കനാൽ, മെയിൻ കനാൽ, ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ. എങ്ങനെ വരും? നമുക്കറിയാം ഏതാണ് ഓർഡർ. ആദ്യം ഹെഡ് വർക്കാണ് വരിക. അപ്പോൾ എല്ലാ ഓപ്ഷനിലും ഹെഡ് വർക്ക് തന്നെയാണ് ആദ്യം വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ആര് വരും? ഹെഡ് വർക്ക് കഴിഞ്ഞാൽ മെയിൻ കനാലാണ് വരേണ്ടത്. ഹെഡ് വർക്ക്, മെയിൻ കനാൽ, ഹെഡ് വർക്ക്, മെയിൻ കനാൽ. അപ്പം ഓപ്ഷൻ സി ആവാം, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആവാം. മെയിൻ കനാൽ കഴിഞ്ഞിട്ട് പിന്നെ ആരാ വരിക? ബ്രാഞ്ച് കനാൽ വരും. അപ്പോൾ ഹെഡ് വർക്ക്, മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ. ബ്രാഞ്ച് കനാൽ കഴിഞ്ഞിട്ട് മേജർ ഡിസ്ട്രിബ്യൂട്ടറി ആൻഡ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടറി ആൻഡ് മൈനർ എന്നാണ്. അപ്പോൾ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇതും കറക്റ്റ് ആണ്. ഓപ്ഷനിൽ ഇങ്ങനെ വന്നാലും കറക്റ്റ് തന്നെയാണ്. ഹെഡ് വർക്ക്, മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, ഡിസ്ട്രിബ്യൂട്ടറി ആൻഡ് മൈനർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. A canal designed to irrigate throughout the year is option A permanent canal, option B perennial canal, option C continuous canal and option D green canal. ഏതാണ് throughout the year irrigation possible ആക്കുന്ന കനാൽ? ഏതാണ്? പെർമനന്റ് കനാൽ ആണോ പെരനിയൽ കനാൽ ആണോ? ഓപ്ഷൻ ബി പെരനിയൽ കനാൽ ആണല്ലോ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ പെരനിയൽ എന്ന് പറയുന്ന ടേം എവിടെ കണ്ടാലും നിങ്ങൾ ഓർക്കുക, ത്രൂ ഔട്ട് ദ ഇയർ എന്നാണ് അതിന്റെ മീനിങ്. ഇപ്പൊ പെരനിയൽ റിവർ ആണെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ വെള്ളമുള്ള റിവർ ആണ്. അതേപോലെ തന്നെ പെരനിയൽ കനാൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ ഇറിഗേഷൻ വാട്ടർ തരാൻ പറ്റാൻ കപ്പാസിറ്റി ഉള്ള ടൈപ്പ് കനാലാണ് പെരനിയൽ കനാൽ. അടുത്ത ക്വസ്റ്റ്യൻ. Lining of irrigation channels. Option A increase the waterlogging area. Option B decrease the waterlogging area. Option C does not change the waterlogging area. Option D none of the above. Okay, ഇറിഗേഷൻ ചാനലിൻ്റെ ലൈനിങ് കൊണ്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ലൈനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ ലോഗിങ് ഏരിയ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ലൈനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീപ്പേജ് ഓഫ് വാട്ടർ കുറയും. സീപ്പേജ് ഓഫ് വാട്ടർ കുറയുവാണെങ്കിൽ ശരിക്കും വാട്ടർ ലോഗിങ് ഏരിയ കുറഞ്ഞു പോവല്ലേ ചെയ്യുക. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഡിക്രീസ് ദ വാട്ടർ ലോഗിങ് ഏരിയ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലൈനിങ് നമ്മൾ കനാലിന് ചെയ്തിട്ടില്ലെങ്കിൽ വെള്ളത്തിൻ്റെ സീപ്പേജ് കൂടുതലായിരിക്കും, വാട്ടർ ലോഗിങ് ഏരിയയും കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി വേറെ ഏതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? ലൈനിങ് ആണ് പറയുന്നത്.
ഫസ്റ്റ് വൺ ഇപ്പോൾ പറഞ്ഞ കൺട്രോൾസ് സീപ്പേജ് എന്നുള്ളതാണ്. കൺട്രോൾസ് സീപ്പേജ്. രണ്ടാമത്തത് കനാലിൻ്റെ കപ്പാസിറ്റി കൂട്ടൂലേ, കാരണം സീപ്പേജ് ഇല്ല, അതേപോലെ നമ്മൾ എത്ര വെള്ളം കൊടുത്തോ അത്രയും കപ്പാസിറ്റി തന്നെ ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് കനാൽ. കാരണം അൺലൈൻഡ് കനാലിനേക്കാളും എപ്പോഴും ലൈൻഡ് കനാലിനായിരിക്കും കപ്പാസിറ്റി കൂടുതൽ. നമ്മളൊരു അൺലൈൻഡ് കനാൽ എടുത്തു, ഒരു ലൈൻഡ് കനാൽ എടുത്തു, കപ്പാസിറ്റി കൂടുതൽ എപ്പോഴും ലൈൻഡ് കനാലിനായിരിക്കും. ഏറ്റവും നല്ലതും ലൈൻഡ് കനാൽ തന്നെയാണ്. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഡിക്രീസസ് വാട്ടർ ലോഗിങ്. അതാണ് നമ്മുടെ ഓപ്ഷൻ. വാട്ടർ ലോഗിങ് ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ലോസ് കുറഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളത്തിൻ്റെ ലോസ് കുറവായതുകൊണ്ട് തന്നെ ഹെഡ്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേഷനൊക്കെ കനാലിൽ കൂടെ വെള്ളം വരാറുണ്ട്. അപ്പോൾ ഹെഡ്, പവർ ജനറേഷനൊക്കെയുള്ള ഹെഡ് അതേപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അവൈലബിൾ ഹെഡ് കൂടുതലായിരിക്കും. ഇൻക്രീസ് അവൈലബിൾ ഹെഡ് ഫോർ പവർ ജനറേഷൻ. കാരണം ലോസസ് ഉള്ള സമയത്ത് നമുക്ക് വേണ്ട ഹെഡ് ചിലപ്പോൾ പവർ ജനറേഷൻ ഒന്നും കിട്ടില്ല. ലോസായി വേണ്ട ഹെഡ് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇവിടെ ലോസസ് കുറവായതുകൊണ്ട് തന്നെ എത്രയാണോ പവർ ജനറേഷന് ആവശ്യമായിട്ടുള്ള ഹെഡ് ഓഫ് വാട്ടർ അത്ര തന്നെ നമുക്ക് അവൈലബിൾ ആവും. ആൻഡ് ഫൈനലി നമ്മൾ ഒരു ലൈൻഡ് കനാലും ഒരു അൺലൈൻഡ് കനാലും എടുത്തിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഏതിനായിരിക്കും കൂടുതൽ? അൺലൈൻഡ് കനാലിനല്ലേ. അപ്പം ഇവിടെ ലൈനിങ് കൊടുക്കുക വഴി മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുണ്ടാവും. അതും ഒരു അഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിക്രീസ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Among the following river training works which are aligned either parallel or untangled to the banks, identify the one having a difference in alignment when compared to others. Option A flood walls, option B guide banks, option C groyans and option D levees. ഏതാണ് നമ്മൾ കൊടുക്കുന്ന റിവർ ട്രെയിനിങ് വർക്ക്? ഷോറിൽ നിന്ന് ഇതിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത് ഗ്രോയൻ തന്നെയാണ്. ഗ്രോയൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റിവർ ട്രെയിനിങ് വർക്ക് പാരലായിട്ട് അല്ലെങ്കിൽ ഒരു ആംഗിൾ ടു ബാങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, വേണമെങ്കിൽ ബാങ്കിന് പാരലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, ഒരു ആംഗിളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് റിവർ ട്രെയിനിങ് വർക്കിനെ നമ്മൾ ഗ്രോയൻസ് എന്ന് പറയും. ഇനി ഗ്രോയൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രോയൻസിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗ്രോയൻസ് ഷോറിൽ നിന്ന് സീയിലേക്ക് അല്ലെങ്കിൽ ഷോറിൽ നിന്ന് നമ്മുടെ റിവറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഗ്രോയൻസ് എന്ന് പറയുന്നത്. സ്ട്രക്ചേഴ്സ് വിച്ച് extending from shore into river or sea എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കണ്ടോ, റിവറിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് കൊടുക്കാം, റിവറിൻ്റെ ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റിവറിൻ്റെ ബാങ്കിന് പാരലൽ ആയിട്ട് നമുക്ക് കൊടുക്കാം, പെർപെൻഡിക്കുലർ ആയിട്ടൊക്കെ കൊടുക്കാം. നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ടൈപ്പ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്രോയൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഗ്രോയൻ ആണുള്ളത്. ഫസ്റ്റ് വൺ റിപ്പല്ലിംഗ് ഗ്രോയൻ ആണ്. റിപ്പല്ലിംഗ് ഗ്രോയൻ്റെ പ്രത്യേകത അപ്സ്ട്രീമിലേക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇൻക്ലൈൻ ടു അപ്സ്ട്രീം ആണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? റിപ്പല്ലിംഗ് ഗ്രോയൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതെൻ്റെ റിവറിൻ്റെ ബാങ്ക് ആണെന്ന് കരുതുക. ഈ ബാങ്കിൽ നിന്ന് ഇവിടെ ഒരു അപ്സ്ട്രീം സൈഡ് ഉണ്ടാവും, ഇവിടെ ഒരു ഡൗൺ സ്ട്രീം സൈഡ് ഉണ്ടാവും. അപ്സ്ട്രീമിലേക്ക് ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഗ്രോയനെയാണ് നമ്മൾ റിപ്പല്ലിംഗ് ഗ്രോയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫിഗർ ആണ് കേട്ടോ ഈ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി റിവർ ഫ്ലോ എങ്ങനെയായിരിക്കും? ഇങ്ങനെ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു കാര്യം കൂടെ അറിയണം, ആംഗിൾ അറിയണം. ഇവിടെ ഒരു സിൽറ്റ് പോക്കറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ, ഇവിടെ ഒരു സിൽറ്റ് പോക്കറ്റ് ഉണ്ടാവും. ഇനി ഇവിടുന്ന് അറിഞ്ഞിരിക്കേണ്ട വേറൊരു വാല്യൂ ഈ ഒരു ആംഗിൾ ആണ്. ആംഗിൾ ജനറലി 60 to 80 ഡിഗ്രിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ റിപ്പല്ലിംഗ് ഗ്രോയന് അപ്സ്ട്രീമിലേക്ക് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഡൗൺ സ്ട്രീമിലേക്ക് ഇൻക്ലൈൻ ആയിട്ടിരിക്കുന്ന ഗ്രോയനെ നമ്മൾ എന്ത് പറയും? ഡൗൺ സ്ട്രീമിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നതിനെ നമ്മൾ അട്രാക്റ്റിംഗ് ഗ്രോയൻ എന്ന് പറയും. ഡൗൺ സ്ട്രീമിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അട്രാക്റ്റിംഗ് ഗ്രോയൻ എന്ന് പറയും. ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു ഡൗൺ സ്ട്രീം. അപ്പോൾ അതിൻ്റെ ഫിഗർ എങ്ങനെ വരും? നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇത് ബാങ്കാണ്. ഈ ഒരു രീതിയിലാണെങ്കിൽ
ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അട്രാക്റ്റിംഗ് ഗ്രോയിൻ എന്ന് പറയും. ഇനി ഇതിൻ്റെയും ആംഗിൾ ഓർത്ത് വെക്കണം. ആംഗിൾ എന്ന് പറയുന്നത് 45 to 60 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഫൈനലി ഒരു ടൈപ്പും കൂടി ഉണ്ട്, ഡിഫ്ലക്റ്റിംഗ് ഗ്രോയൻ. ഡിഫ്ലക്റ്റിംഗ് ഗ്രോയൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് ആണെങ്കിൽ ബാങ്കിന് ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളം ഇങ്ങനെ ഡിഫ്ലക്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത്രയാണ് ഗ്രോയിനിൽ അറിഞ്ഞു വെക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിളുകൾ നോക്കാം, 3 ടൈപ്പ് ഗ്രോയിൻസ് നോക്കാം. അപ്പം നമ്മൾ ബാങ്കിന് പാരലായിട്ട് അല്ലെങ്കിൽ ബാങ്കിന് ഒരു ഇൻക്ലിനേഷനിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഗ്രോയിൻസിനെയാണ്, ആ ടൈപ്പ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഗ്രോയിൻ എന്ന് പറയുക. ഈ ഓപ്ഷൻ എ, ബി, ഡി എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏത് വർക്കാണ്? റിവർ ട്രെയിനിങ് വർക്കിൻ്റെ ബാക്കി എക്സാമ്പിൾസ് ആണ്. ഫ്ലഡ് വാൾസ്, ഗൈഡ് ബാങ്ക്, ലെവീസ് ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നത് ഗ്രോയിൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Guide banks are provided in rivers to increase the depth of flow in the river. Option B, channelize the flow in the river. Option C, decrease the velocity of flow of the river. And option D, reduce the flood peak. എന്തിനാണ് ഗൈഡ് ബാങ്ക്സ് കൊടുക്കുന്നത്? ഗൈഡ് ബാങ്ക്സ് നമ്മൾ കൊടുക്കുന്നത് ചാനലൈസ് ദ ഫ്ലോ ഓഫ് ദ റിവർ ആണ്. റിവറിൻ്റെ ഫ്ലോ ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡ് ബാങ്ക്സ് കൊടുക്കുന്നത്. ഇനി ഗൈഡ് ബാങ്ക്സിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിലിങ് നമ്മൾ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 1 ഇയർ സ്റ്റഡി പ്ലാനിൽ തന്നെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ പാർട്സ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് വരിക കേട്ടോ. ചാനലൈസ് ദ ഫ്ലോ ഓഫ് ദി റിവർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ചാനലിലെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് AE-CIVIL പുതിയൊരു ബാച്ച് ഈ വരുന്ന മെയ് 1 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവരൊക്കെ ആണെങ്കിലും ഇനി നമ്മുടെ അടുത്ത് വരുന്ന എക്സാമിന് വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്തൊന്ന് റിവൈസ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി എന്നുള്ള ആൾക്കാരാണെങ്കിലൊക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. മെയ് 1 പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സൈലന്റ് ടെക്നിക്കലിനോടൊപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അടുത്ത നമ്മൾ 11th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഇൻ ആലുവിയൽ ഫ്ലഡ് പ്ലെയിൻസ് ഫ്ലോസ് ഇൻ 2 or more channels around alluvial island? Option A, tidal river. Option B, braided river. Option C, flashy river. And option D, virgin river. അപ്പോൾ ഏതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ ഇൻ ആലുവിയൽ ഫ്ലഡ് പ്ലെയിൻ ഫ്ലോസ് ഇൻ 2 or more channels around ആലുവിയൽ ഐലൻഡ്. അതായത് ആലുവിയൽ ഐലൻഡിന് ചുറ്റും 2 or 3 ചാനലുകളായിട്ട് ഫ്ലോ ചെയ്യുന്ന റിവേഴ്സിന് നമ്മൾ പറയുന്ന പേരെന്തെന്നാണ്. ഇതാണ് ആ ടൈപ്പ് ഓഫ് റിവർ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ആലുവിയൽ ഐലൻഡ്സ് ആണ്. ആലുവിയൽ ഐലൻഡ്സിന് ചുറ്റും ചാനൽസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിവറിന് എന്താണ് പറയുക? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബ്രെയ്ഡഡ് പോലെ തോന്നുന്നില്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബ്രെയ്ഡഡ് റിവർ ആണ്. ഓക്കെ, ബ്രെയ്ഡഡ് റിവർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഫ്ലാഷി റിവറും അതേപോലെ വിർജിൻ റിവറൊക്കെ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഫ്ലാഷി റിവർ എന്ന് പറഞ്ഞാൽ ഫ്ലഡിൻ്റെ സമയത്ത് വളരെ പെട്ടെന്ന് വാട്ടർ ലെവൽ റൈസ് ആവുകയും ഇനി ഫ്ലഡ് കഴിയുമ്പോൾ പെട്ടെന്ന് വാട്ടർ ലെവൽ ലോവർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടൈപ്പ് റിവേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലാഷി റിവേഴ്സ്. അതേപോലെ വിർജിൻ റിവേഴ്സ് ആണെങ്കിലോ, വിർജിൻ റിവേഴ്സ് ഓഷ്യനിൽ എത്തുന്നതിന് മുന്നേ വറ്റിപ്പോകുന്ന റിവേഴ്സ് ആണ് വിർജിൻ റിവേഴ്സ്. അപ്പോൾ അത് 2 ടേമും എക്സാമിന് ചോദിക്കാറുണ്ട്, അതുകൂടെ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് D is the depth of score below original bed, then the width of launching apron is generally taken as option A 1.2D, option B 2D, option C 1.5D and option D 2.5D. എത്രയാണ് ലോഞ്ചിങ് ആപ്രോണിൻ്റെ വിഡ്ത്ത് നമ്മൾ ജനറലി കൊടുക്കാറ്? ലോഞ്ചിങ് ആപ്രോണിൻ്റെ വിഡ്ത്ത് ജനറലി 1.5D ആണ് നമ്മൾ കൊടുക്കാറ്. ഇനി ഈ ലോഞ്ചിങ് ആപ്രോണിൻ്റെ സ്ലോപ്പോ ജനറലി നമ്മൾ അലൈൻ ചെയ്യുന്ന സ്ലോപ്പ് 2:1 അല്ലെങ്കിൽ 2:1 സ്ലോപ്പിലാണ് ലോഞ്ചിങ് ആപ്രോൺ അലൈൻ ചെയ്യാറ്. അപ്പോൾ ഇവിടുത്തെ 1.5D എന്നുള്ളത് ഓർത്ത് വെക്കുക. വിഡ്ത്ത് ഓഫ് ലോഞ്ചിങ് ആപ്രോൺ 1.5 times D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Silt ejector is provided in the river far off from the weir on the upstream side, in the canal on the downstream of head regulator. Option C, in the river adjacent to the head regulator. Option D, in the river on the downstream of weir. എന്താണ് സിൽട്ട് ഇജക്ടർ? സിൽട്ട് ഇജക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽട്ട് ഇജക്ടറിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഇറ്റ് റിമൂവ്സ് സിൽട്ട് entered into canal.
ഓക്കെ, അതായത് കനാലിൽ എന്തെങ്കിലും കാരണം കൊണ്ട് എൻ്റർ ചെയ്തിട്ടുള്ള സിൽട്ട് അല്ലെങ്കിൽ കയറിപ്പോയിട്ടുള്ള സിൽറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൽട്ട് ഇജക്ടർ കൊടുക്കാറ്. അങ്ങനെയാണ് ഈ സിൽട്ട് ഇജക്ടറിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഇൻ ദ കനാൽ ഓൺ ദ ഡൗൺ സ്ട്രീം ഓഫ് ഹെഡ് റെഗുലേറ്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഈ സിൽട്ട് ഇജക്ടറിനെ പോലെ പറയുന്ന ഒരാളാണ് സിൽട്ട് എക്സ്ക്ലൂഡർ. സിൽട്ട് എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞാൽ കനാലിലേക്കുള്ള സിൽറ്റിന്റെ എൻട്രി തടുക്കുന്ന സ്ട്രക്ചറാണ് സിൽട്ട് എക്സ്ക്ലൂഡർ. രണ്ട് ടൈപ്പ് സിൽട്ട് എക്സ്ക്ലൂഡിംഗ് ഡിവൈസസ് ആണ് ഉള്ളത്, സിൽട്ട് എക്സ്ക്ലൂഡർ ആൻഡ് സിൽട്ട് ഇജക്ടർ. സിൽട്ട് എക്സ്ക്ലൂഡർ എന്താ ചെയ്യാന്ന് വെച്ചാൽ കനാലിലേക്ക് സിൽട്ട് കടക്കുന്നത് തടുക്കും. അതേപോലെ കനാലിലേക്ക് എന്തെങ്കിലും കാരണം വെച്ചിട്ട് നമ്മൾ എത്ര തടുക്കാൻ നോക്കിയാലും കനാലിലേക്ക് സിൽട്ട് കയറുന്നുണ്ടാവും. ആ കയറിയിരിക്കുന്ന സിൽട്ടിനെ റിമൂവ് ചെയ്യാനാണ് സിൽട്ട് ഇജക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിൽട്ട് എക്സ്ക്ലൂഡറിന് എന്ത് പറയാം? പ്രിവെന്റ് എൻട്രി ഓഫ് സിൽട്ട് ഇൻ ടു കനാൽ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ സിൽട്ട് ഇജക്ടറും സിൽട്ട് എക്സ്ക്ലൂഡറും തമ്മിൽ മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ അക്വിഡക്ട് ദ നാച്ചുറൽ ഡ്രെയിനേജ് ഈസ് ഡാഷ് ദ കനാൽ. ഓപ്ഷൻ എ അറ്റ് ദ ലെവൽ, ഓപ്ഷൻ ബി ബിലോ, ഓപ്ഷൻ സി എബവ്, ഓപ്ഷൻ ഡി പാരലൽ ടു. അപ്പോൾ അക്വിഡക്റ്റിൽ ഡ്രെയിനേജ്, നാച്ചുറൽ ഡ്രെയിനേജ് എവിടെയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് അക്വിഡക്റ്റിൽ നാച്ചുറൽ ഡ്രെയിനേജ് കൊടുക്കുക? ബിലോ അല്ലേ? നാച്ചുറൽ ഡ്രെയിനേജ് ബിലോ ദ കനാൽ ആണെങ്കിലാണ് നമ്മൾ അക്വിഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ സ്ട്രക്ചേഴ്സ് നിന്ന് നോക്കിയിട്ട് വരാം. ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് ഈ പറയുന്നത്. ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ റിവറും കനാലും ക്രോസ് ചെയ്യുന്നിടത്ത് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. അപ്പോൾ എങ്ങനെ പറയാം? സ്ട്രക്ചേഴ്സ് വിച്ച് ആർ constructed when river and canal crosses. ഇനി ക്രോസ് ഡ്രെയിനേജ് വർക്ക് മെയിൻ ആയിട്ട് 3 രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ കനാൽ ഡ്രെയിൻ ഉണ്ട്. നാച്ചുറൽ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ റിവർ ആണ്. ഡ്രെയിൻ അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവർ ആണ്. അപ്പോൾ കനാൽ ഡ്രെയിനിന്റെ മുകളിലാവാം അല്ലെങ്കിൽ കനാൽ ഡ്രെയിനിന്റെ താഴെ ആവാം, രണ്ടും ഒരേ ലെവലിലാവാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് പറയുന്നത്. ഫസ്റ്റ് വൺ കനാൽ ഓവർ ഡ്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഡ്രെയിനേജ് ബെഡ് ലെവൽ എന്ന് പറയുന്നത് കനാൽ ബെഡ് ലെവലിനേക്കാളും താഴെ ആയിരിക്കില്ലേ? കനാൽ ഡ്രെയിനിന്റെ മുകളിലാണ് അല്ലെങ്കിൽ റിവറിന്റെ മുകളിലാണ്. കനാൽ റിവറിന്റെ മുകളിൽ കൊടുക്കുമ്പോൾ റിവറിന്റെ ബെഡ് ലെവൽ അതേപോലെ തന്നെ കനാലിന്റെ ബെഡ് ലെവലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ഡ്രൈനേജ് ബെഡ് ലെവൽ എന്ന് പറയുന്നത് കനാൽ ബെഡ് ലെവലിനേക്കാളും താഴെയായിരിക്കും. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് 2 സ്ട്രക്ചേഴ്സ് ആണ് കൊടുക്കാൻ വേണ്ടി പറ്റുക ക്രോസ് ഡ്രെയിനേജ് വർക്കായിട്ട്. ഒന്നല്ലെങ്കിൽ അക്വിഡക്റ്റ് ആവാം അല്ലെങ്കിൽ സൈഫൺ അക്വിഡക്റ്റ് ആവാം അല്ലെങ്കിൽ സൈഫൺ അക്വിഡക്റ്റ് ആവാം. എപ്പോഴാണ് അക്വിഡക്റ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ ഹൈ ഫ്ലഡ് ലെവൽ ലെസ് ദാൻ കനാൽ ബെഡ് ലെവൽ ആണെങ്കിൽ നമ്മൾ അക്വിഡക്റ്റ് കൊടുക്കും. അതായത് കനാൽ ബെഡ് ലെവൽ ആണ് മുകളിൽ, റിവറിന്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് കനാൽ ബെഡ് ലെവലിനേക്കാളും താഴെയാണെങ്കിൽ നമ്മൾ അക്വിഡക്റ്റ് കൊടുക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ ആണെങ്കിൽ സൈഫൺ അക്വിഡക്റ്റ് കൊടുക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞത്? കനാൽ ഓവർ ഡ്രെയിൻ ആണ്. അതായത് ഇതാണ് ഡ്രെയിന്, ഈ ഡ്രെയിനിന്റെ മുകളിലാണ് കനാൽ വരിക. അങ്ങനെയാണെങ്കിൽ ഡ്രെയിനേജ് ബെഡ് ലെവൽ എന്ന് പറയുന്നത് കനാൽ ബെഡ് ലെവലിനേക്കാളും താഴെയായിരിക്കും. ഇതായിരിക്കുമല്ലോ ഡ്രെയിനേജിന്റെ ബെഡ് ലെവൽ, ഇതായിരിക്കും കനാലിന്റെ ബെഡ് ലെവൽ. അപ്പോൾ അതിന് താഴെയായിരിക്കും വരിക. ഡ്രെയിനേജ് ബെഡ് ലെവൽ കനാൽ ബെഡ് ലെവലിനേക്കാളും താഴെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 സ്ട്രക്ചേഴ്സ് കൊടുക്കാം, അക്വിഡക്റ്റും സൈഫൺ അക്വിഡക്റ്റും. അക്വിഡക്റ്റ് ആവണമെങ്കിൽ റിവർ അല്ലെങ്കിൽ ഡ്രെയിനിന് ഒരു ഹൈ ഫ്ലഡ് ലെവൽ ഉണ്ടാവുമല്ലോ. ഈ ഹൈ ഫ്ലഡ് ലെവൽ, ഇതിന് വെള്ളം ഉണ്ടാവും. ഇതിന്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഈ ഒരു വൈറ്റ് ലൈനിൽ വരയ്ക്കാം. ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഹൈ ഫ്ലഡ് ലെവൽ ഇവിടെയാണ്, കനാലിന്റെ ബെഡ് ലെവൽ ഇവിടെയാണ്. അങ്ങനെ കനാൽ ബെഡ് ലെവലിനേക്കാളും താഴെയാണ് ഹൈ ഫ്ലഡ് ലെവൽ വരുന്നതെങ്കിൽ നമ്മൾ അക്വിഡക്റ്റ് കൊടുക്കും. ഇനി ചില സമയത്ത് ഡ്രെയിനിന്റെ ഹൈ ഫ്ലഡ് ലെവൽ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. ഹൈ ഫ്ലഡ് ലെവൽ കനാൽ ബെഡ് ലെവലിനേക്കാളും കൂടി, ഇവിടെയാണ് കനാൽ ബെഡ് ലെവൽ, ഹൈ ഫ്ലഡ് ലെവൽ അതിനേക്കാളും കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് റിവറിന്റെ വെള്ളം ഒരു ഈ ലെവൽ വരെ റൈസ് ചെയ്യും എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറാണ് സൈഫൺ അക്വിഡക്റ്റ്. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഡ്രെയിൻ ഓവർ കനാൽ, നേരെ ഓപ്പോസിറ്റ് വരിക. അതായത് റിവർ മുകളിലും കനാൽ താഴെയും വരും. അപ്പോൾ എന്തായി? ഈ കണ്ടീഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതായത് ഡ്രെയിനേജ് ബെഡ് ലെവൽ എന്ന് പറയുന്നത് കനാൽ ബെഡ് ലെവലിനേക്കാളും കൂടുതലായിരിക്കും. ഈ ഒരു കേസിലും നമുക്ക് 2 സ്ട്രക്ചേഴ്സ് കൊടുക്കാം.
ഫസ്റ്റ് വൺ സൂപ്പർ പാസേജ് ആണ്, സെക്കൻഡ് വൺ കനാൽ സൈഫൺ ആണ്. സൂപ്പർ പാസേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കൊടുക്കുക? സൂപ്പർ പാസേജ് നമ്മൾ നേരത്തെ ഹൈ ഫ്ലഡ് ലെവൽ പറഞ്ഞ പോലെ ഫുൾ സപ്ലൈ ലെവൽ ഉണ്ടാവും. കനാലിന് ഒരു ഫുൾ സപ്ലൈ ലെവൽ ഉണ്ടാവും. ഫുൾ സപ്ലൈ ലെവൽ ഓഫ് കനാൽ ഈസ് ലെസ് ദാൻ ഡ്രൈനേജ് ബെഡ് ലെവൽ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? സൂപ്പർ പാസേജ് കൊടുക്കും. ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് റിവറുമായി ബന്ധപ്പെട്ടതിനെ നമ്മൾ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയും. കനാലിൻ്റെ ഫുള്ളായിട്ട് വരുന്ന ഡെപ്ത് ഓഫ് വാട്ടറിനെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയും. അതാണ് FSL. ഫുൾ സപ്ലൈ ലെവൽ ഈസ് ലെസ് ദാൻ ഡ്രെയിനേജ് ബെഡ് ലെവൽ ആണെങ്കിൽ നമ്മൾ സൂപ്പർ പാസേജ് കൊടുക്കും. അതേപോലെ ഫുൾ സപ്ലൈ ലെവൽ ഗ്രേറ്റർ ദാൻ ഡ്രെയിനേജ് ബെഡ് ലെവൽ ആണെങ്കിൽ കനാൽ സൈഫൺ കൊടുക്കും. അപ്പം ഇതൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കാം കേട്ടോ. ബെഡ് ലെവൽ തന്നിട്ടും ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത്, ഒന്ന് കനാല് മുകളിലായിരുന്നു ഡ്രെയിനിൻ്റെ, അടുത്തത് കനാല് ഡ്രെയിനിൻ്റെ താഴെയായിരുന്നു. ഇനി കനാലും ഡ്രെയിനും ഒരേ ലെവലിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? അവിടെ കൊടുക്കുന്ന ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് ലെവൽ ക്രോസിംഗ്. അപ്പം എന്ത് പറയാം? ഡ്രെയിൻ ആൻഡ് കനാൽ അറ്റ് സെയിം ലെവൽ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറാണ് ലെവൽ ക്രോസിംഗ്. അപ്പോൾ കനാൽ ബെഡ് ലെവലും അതേപോലെ ഡ്രെയിനേജ് ബെഡ് ലെവലും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടും ഒരേ പൊസിഷനിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ക്രോസ് ഡ്രെയിനേജ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. Which of the following components of weir divides the river width into weir portion and under sluice pocket? അതായത് ഏത് കോമ്പണൻ്റ് ആണ് വിയർ പോർഷനും അണ്ടർ സ്ലൂയിസ് പോക്കറ്റുമായിട്ട് വിയറിൻ്റെ കമ്പണൻസിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൈവേർഷൻ ഹെഡ് വർക്കിൽ വിയറിനെയും അണ്ടർ സ്ലൂയിസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷനെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ എ വിയർ ആൻഡ് ആൻസിലറി വർക്ക് ആണോ? വിയർ പ്രോപ്പർ ആണോ? ഓപ്ഷൻ സി കനാൽ ഹെഡ് റെഗുലേറ്റർ ആണോ? ഓപ്ഷൻ ഡി ഡിവൈഡ് വാൾ ആണോ? ഏതാണ് നമ്മൾ കൊടുക്കാറ്? ഓപ്ഷൻ ഡി ഡിവൈഡ് വാൾ ആണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇനി ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലിംഗ് നമ്മളെ ചാനലിൽ തന്നെ 1 year സ്റ്റഡി പ്ലാനിൻ്റെ വീഡിയോസിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Upon a detailed topographical investigation, an engineer wants to align a canal. Along which of the following should he align the canal? Option A contour line, option B atmospheric pressure line, option C valley line and option D ridge line. അപ്പോൾ ടോപ്പോഗ്രാഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്ന റൂട്ട് ഏതാണ്? നമ്മൾ ഈ സെഷനിൽ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ ഡി റിഡ്ജ് ലൈനിൽ കൂടിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് അലൈൻ ചെയ്യാൻ ഏറ്റവും നല്ലത് റിഡ്ജ് ലൈൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A diversion head work constructed across a river with heading up of water affected by gates alone is called cross regulator, weir, head regulator, barrage. എന്താണ്? നമുക്ക് അപ്സ്ട്രീം സൈഡിൽ വെള്ളം റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്സ്ട്രീം സൈഡിൽ വെള്ളം റൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വിയർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാരേജ് ഉപയോഗിക്കാം. വിയർ ആണെങ്കിൽ ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റഡ് ബൈ ഗേറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെയാണ്, വിയറിൻ്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ബാരേജും ചെയ്യുന്നത്. ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം റൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ഗേറ്റ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വിയറും ബാരേജും തമ്മിലുള്ള മെയിൻ വ്യത്യാസം, വിയറിന് ഗേറ്റ്സ് ഇല്ല, പക്ഷേ ബാരേജിന് ഗേറ്റ്സ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഷട്ടേഴ്സ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, എക്സാമിന് വിയറും ബാരേജും മാറിപ്പോവരുത്. അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളം റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് വിയർ ചൂസ് ചെയ്യാം. പക്ഷേ ആ സ്ട്രക്ചർ ഓപ്പറേറ്റഡ് ബൈ ഗേറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാരേജ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളം റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ആരാണ്? ഓപ്ഷൻ ഡി ബാരേജ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ബാരേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a cross drainage work? Option A aqueduct, option B super passage, option C siphon, option D tunnel. ഏതാണ് ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അക്വിഡക്റ്റ് ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്, സൂപ്പർ പാസേജ് ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്കാണ്, സൈഫണും ഒരു
എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആണ്. അപ്പോൾ അല്ലാത്തത് ആരാണ്? ടണലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The quantity of water in a reservoir which cannot be utilized under normal operating condition and is stored below the minimum pool level is known as dead storage, B. live storage, option C. surcharge storage and option D. valley storage. ഏതാണ് നമുക്ക് റിസർവോയറിൽ ഉള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം ഏതാണെന്നാണ് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണ്? ഡെഡ് സ്റ്റോറേജ് ആണ്. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മൾ എടുക്കാത്ത വെള്ളം ഡെഡ് സ്റ്റോറേജ് ആണ്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. ഇതെൻ്റെ സ്പിൽവേ ആണെന്ന് കരുതുക. ഇവിടെ ഒരു സ്ലൂയിസ് വേ ഉണ്ടാവും. ഇതൊരു സ്ലൂയിസ് വേ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പിൽവേ ഗേറ്റും ഉണ്ടാവും. സ്പിൽവേ ഗേറ്റ് ഉണ്ടെന്ന് കരുതുക. വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ഇതാണ് വെള്ളത്തിൻ്റെ ഫ്ലോയിങ്. ഈ ഗ്രീൻ കളറിലാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോറേജുകളാണ് പറയുന്നത്. ഇവിടെ ഒരു ലൈൻ ഞാൻ ഇടുകയാണെങ്കിൽ ഇതിനെ ഞാൻ മിനിമം പൂൾ ലെവൽ എന്ന് പറയും. മിനിമം പൂൾ ലെവലിൻ്റെ പ്രത്യേകത എന്താണ്? വാട്ടർ നോർമൽ കണ്ടീഷനിൽ ഒരിക്കലും മിനിമം പൂൾ ലെവലിന് താഴ്ന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുന്ന മിനിമം ഡെപ്ത് എന്ന് പറയുന്നത് മിനിമം പൂൾ ലെവലായിരിക്കും. ഈ ലെവലിന് താഴെ നിന്ന് ഒരിക്കലും നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് മിനിമം പൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ? ആദ്യം പറഞ്ഞത് മിനിമം പൂൾ ലെവലാണ്. മിനിമം പൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് എലിവേഷൻ to which water can be withdrawn under normal operating condition. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് മിനിമം പൂൾ ലെവൽ. ഇനി മിനിമം പൂൾ ലെവൽ ഉണ്ടെങ്കിൽ ഒരു നോർമൽ പൂൾ ലെവൽ ഉണ്ടാവും. ഇതാണ് നോർമൽ പൂൾ ലെവൽ. നോർമൽ പൂൾ ലെവലിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ വെള്ളം എടുക്കാൻ പറ്റുന്ന മാക്സിമം ലെവലാണ് ഈ പറഞ്ഞിരിക്കുന്ന നോർമൽ പൂൾ ലെവൽ. അപ്പോൾ എന്ത് പറയാം? നോർമൽ പൂൾ ലെവലിനെ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് നോർമൽ പൂൾ ലെവലാണ്. നോർമൽ പൂൾ ലെവൽ എന്ന് വെച്ചാൽ മാക്സിമം ലെവൽ ടു വിച്ച് വാട്ടർ will rise under ordinary operating condition. ഓർഡിനറി ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ എത്ര വരെ വെള്ളം റൈസ് ചെയ്ത് പോകാം എന്നുള്ള ഒരു ലെവലാണ് നോർമൽ പൂൾ ലെവൽ. അങ്ങനെയാണെങ്കിൽ നോർമൽ പൂൾ ലെവൽ ഉണ്ടെങ്കിൽ ഒരു മാക്സിമം പൂൾ ലെവൽ ഉണ്ടാവില്ലേ? ഇതാണ് മാക്സിമം പൂൾ ലെവൽ. ഈ പിങ്ക് ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് മാക്സിമം പൂൾ ലെവൽ. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ വെള്ളം റൈസ് ചെയ്യുന്നത് നോർമൽ പൂൾ ലെവൽ വരെയാണ്. പക്ഷേ ഒരു ഫ്ലഡ് വരുമ്പോൾ വെള്ളം നോർമൽ പൂൾ ലെവൽ വരെയാണോ റൈസ് ചെയ്യുക? അല്ലല്ലോ. ഫ്ലഡ് വരുമ്പോൾ വെള്ളം നോർമൽ പൂൾ ലെവലിനേക്കാളും മുകളിൽ റൈസ് ചെയ്തു പോകും. ആ ഒരു ലെവലാണ് മാക്സിമം പൂൾ ലെവൽ. അപ്പോൾ എന്ത് പറയാം? മാക്സിമം പൂൾ ലെവലാണ് അടുത്തത്. മാക്സിമം പൂൾ ലെവൽ എന്ന് വെച്ചാൽ മാക്സിമം ലെവൽ ടു വിച്ച് water will rise during flood or heavy rain. ഫ്ലഡോ ഹെവി റെയിൻ ഒക്കെ വരുമ്പോൾ മാക്സിമം ലെവൽ റൈസ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് മാക്സിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. ഇനി മിനിമം പൂൾ ലെവലിന് താഴെയുള്ള ഈ ഒരു വെള്ളമില്ലേ? മിനിമം പൂൾ ലെവലിന് താഴെയുള്ള ഈ ഒരു പോർഷനിലുള്ള വെള്ളത്തിനെയാണ് നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുക. മിനിമം പൂൾ ലെവലിന് താഴെയുള്ള സ്റ്റോറേജ് ആണ് ഡെഡ് സ്റ്റോറേജ്. ഈ ഡെഡ് സ്റ്റോറേജ് നമുക്ക് ഒരു കാരണവശാലും വെള്ളം എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി നോർമൽ പൂൾ ലെവലിനും മിനിമം പൂൾ ലെവലിനും ഇടയിലുള്ള ഒരു സ്റ്റോറേജ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നോർമൽ പൂൾ ലെവലിനും മിനിമം പൂൾ ലെവലിനും ഇടയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് വെള്ളം എടുക്കാം. ഈ ഒരു സ്റ്റോറേജിനെയാണ് നമ്മൾ യൂസ്ഫുൾ സ്റ്റോറേജ് എന്ന് പറയാം. ഓക്കെ, ഇനി ഫ്ലഡിൻ്റെ സമയത്ത് വെള്ളം മാക്സിമം പൂൾ ലെവൽ വരെ പോകുമെന്ന് പറഞ്ഞല്ലോ. മാക്സിമം പൂൾ ലെവലിൽ നിന്നുണ്ട് ഫ്ലഡിൻ്റെ സമയത്ത് മാക്സിമം പൂൾ ലെവൽ വരെ പോകും. അപ്പോൾ നോർമൽ പൂൾ ലെവലിനും മാക്സിമം പൂൾ ലെവലിനും ഇടയിലുള്ള ആ ഒരു സ്റ്റോറേജിനെ ഞാൻ സർചാർജ് സ്റ്റോറേജ് എന്ന് പറയും. സർചാർജ് സ്റ്റോറേജ്. അപ്പോൾ എന്തൊക്കെയാണ്? ഡെഡ് സ്റ്റോറേജ്, യൂസ്ഫുൾ സ്റ്റോറേജ് ആൻഡ് സർചാർജ് സ്റ്റോറേജ് ഉണ്ട്. ഡെഡ്
സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ മിനിമം പൂൾ ലെവലിനും താഴെയുള്ള സ്റ്റോറേജ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെഡ് സ്റ്റോറേജ്. രണ്ടാമത് പറഞ്ഞത് നോർമൽ പൂൾ ലെവലിനും മിനിമം പൂൾ ലെവലിനും ഇടയിലുള്ള സ്റ്റോറേജ് ആണ്, അത് യൂസ്ഫുൾ സ്റ്റോറേജ് ആണ്. ഇനി ഫ്ലഡ് വരുമ്പോൾ നോർമൽ വാട്ടർ ലെവലിനേക്കാളും വെള്ളം ഒരുപാട് റേസ് ആവും, മാക്സിമം പൂൾ ലെവൽ എന്നാണ് അതിനെ പറയുക. ഈ മാക്സിമം പൂൾ ലെവലിനും നോർമൽ പൂൾ ലെവലിനും ഇടയിലുള്ള സ്റ്റോറേജ് ആണ് സർചാർജ് സ്റ്റോറേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. Moving on to the last question from the session. Which of the following is not a structural stability criterion for gravity dam? Option A, overturning. Option B, sliding. Option C, overspill. And option D, crushing. ഏതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരൊക്കെയാണ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ഫെയിലിയർ എന്ന് നോക്കിയാലോ. മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് ഗ്രാവിറ്റി ഡാം ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഓവർടേണിംഗ് ആണ്. ഓവർടേണിംഗ് ഉണ്ട്, കംപ്രഷൻ ഓർ ക്രഷിംഗ് ഉണ്ട്, കംപ്രഷൻ ഓർ ക്രഷിംഗ് ഉണ്ട്, ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവാം, അതേപോലെ തന്നെ സ്ലൈഡിംഗ് ഉണ്ടാവാം. ഇത്രയും മോഡ്സ് ഓഫ് ഫെയിലിയർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓവർസ്പില്ലാണ്. ഓപ്ഷൻ സി ഓവർസ്പില്ലാണ് ഇതിലൊന്നും വരാത്ത ആള്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എക്സാം ഒക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എക്സാം ഒക്കെ എല്ലാവരും നന്നായി അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെഷനിൽ നിന്ന് വേറെ ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷനിൽ കാണാം. അതുവരെ താങ്ക് യു ഓൾ.